ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. നാളെ നമുക്ക് ഇംഗ്ലീഷ് എക്സാം ആണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം ആയിട്ട് ഒറ്റ ചാപ്റ്ററിലും ഒന്നും അറിയില്ല, എനിക്ക് ഒറ്റ സമ്മറി ഒന്നും അറിയില്ല, ഒന്നും ഓർമ്മയില്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസിനുള്ള വീഡിയോ ആണിത്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലെ നമ്മൾ ഓരോ ചാപ്റ്ററിനും ഒരു ഷോർട്ട് സമ്മറിയാണ് നോക്കുന്നത്. ഷോർട്ട് സമ്മറി തന്നെ ധാരാളമാണ് കേട്ടോ, നമുക്കത് വെച്ചിട്ട് എല്ലാതും എഴുതാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ 3 L's of Empowerment. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് വൈസ് തന്നെയാണ്. ടെക്സ്റ്റിൽ നിന്ന് കുറച്ചധികം നല്ല പോയിന്റുകൾ എടുത്ത് പഠിക്കാം. ഇതൊരു സ്പീച്ചാണ് അല്ലേ. അപ്പോൾ 3 L's of Empowerment എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ച് ഡെലിവേർഡ് ബൈ ക്രിസ്റ്റ്യൻ ലിഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ്. അപ്പോൾ ആ സ്പീച്ചിൽ പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, കൂടുതലും സ്ത്രീകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ക്രിസ്റ്റ്യൻ ലിഗാർഡ്. There are many challenges in the modern world. Economic role of women is the most important challenge. Women contribute less to the total economic activity. നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റിയിൽ വുമൻസിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെയധികം കുറവാണ്. As a consequence, many countries lack in their per capita income. Women are not responsible for the serious problem. പക്ഷേ നമ്മൾ എന്താണെങ്കിലും ഇതിനൊന്നും സ്ത്രീകളല്ല മെയിൻ ആയിട്ടുള്ള റീസൺ. അതായത് അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അവരെ പൊട്ടൻഷ്യൽ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാതെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഡെനിയിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. പിന്നെ അതിനുവേണ്ടി 3 L's ആണ് ഇവിടെ ഈ പറയുന്ന ഈ ക്രിസ്റ്റ്യൻ ലിഗാർഡ്. 3 L's ഓഫ് വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ആണ്. ദെൻ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. ഇറ്റ് എംപവർ ദ വുമൺ ടു ടാപ്പ് ഔട്ട് ദർ ഇൻബോൺ ടാലൻറ്റ്. അതായത് ഇൻബോൺ ടാലൻറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. ഓക്കെ, ഇത് വുമൻസിനെ എല്ലാ എക്സ്ക്ലൂഷനും തകർത്ത് പുറത്തേക്ക് വരാൻ സഹായിക്കുന്നു. ദെൻ ലേബർ ആണ്. ലേബർ എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലോ പേയിങ്ങും ലോ സ്റ്റാറ്റസും ലോ സെക്യൂരിറ്റി ഒക്കെ മാറ്റിയിട്ട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. ദെൻ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് കൊടുക്കണം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് ലീഡേഴ്സ് ആണ് അവർ. കാരണം അവർക്ക് ഒരു ഫാമിലി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ ഗുഡ് ലീഡേഴ്സ് ആണ്. ദേ ക്യാൻ മേക്ക് പ്രോപ്പർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇൻക്ലൂഷൻ ആൻഡ് കമ്പാഷൻ. അല്ലേ, നമ്മുടെ വീട്ടിൽ പോലും കുറേ തീരുമാനങ്ങളൊക്കെ നമ്മൾ അമ്മമാരെടുക്കുക. കാരണം എന്താ, അവർക്ക് കുറേ സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് എല്ലാം റോൾ ചെയ്തിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അങ്ങനെ ലീഡർഷിപ്പിനെ കുറിച്ചും ലേബർ ലേണിംഗ് അബൌട്ട് വുമൻസിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ദ എൻറ്റയർ വേർഡ് ക്യാൻ റീക്യാപ്പ് ദ ബെനിഫിറ്റ് ഓഫ് വുമൺ എംപവർമെൻറ്റ്. അപ്പോൾ ഇത് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് 3 L's ഓഫ് എംപവർമെൻറ്റ്. അപ്പോൾ കുറച്ച് ഈ പോയിന്റുകളൊക്കെ മതി. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്പീച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിവ്യൂ ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എനി വുമൺ. എനി വുമൺ എന്ന് പറഞ്ഞ ഒരു പോയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ കാതറിൻ ടിനൻ. ദിസ് പോയം അണ്ടർലൈൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ ദ ഫാമിലി. ഇവിടെ ഫാമിലി വുമണിനെയാണ് കാതറിന് ഫോക്കസ് ചെയ്യുന്നത്. വുമൺ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു മേക്ക് ദ ഹോം അലൈവ്. മദർ ഹാസ് ബീൻ കമ്പയർഡ് ടു പില്ലർ ആർക്ക് ഓഫ് ദി ഫാം. അല്ല, ആർച്ചായിട്ടും അതുപോലെ തന്നെ പില്ലേഴ്സ് ആയിട്ടും റൂഫായിട്ടും പിന്നെ ഫയർ അപ്പോൺ ഹെർത്ത്, അതായത് നമ്മുടെ അടുപ്പിൽ തീ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ നമ്മൾ അമ്മേനെയും വുമൻസിനെയും ഒരു വീട്ടിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന വുമൻസിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ ആണ്, കോൾഡർ ദാൻ സ്റ്റോൺ ആണ്, ഗൈഡൻസ് കൊടുക്കുന്നു, റിംഗ് ഓഫ് ലവ് കൊടുക്കുന്നു, എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും ചിൽഡ്രൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദെൻ എവ്രിതിങ് ഇൻ ദ ഹൗസ്. അല്ല, നമ്മൾ എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലും വരെ നമ്മൾ അമ്മേനെ കാണാം, അവരുടെ കൈ എത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ എവ്രിതിങ് ഇൻ ദ ഹൗസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഷീ പ്രേസ് ടു ഗോഡ് നോട്ട് ടു ടേക്ക് ഹർ എവേ ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ. അതായത് നമ്മൾ അമ്മമാർ പ്രാർത്ഥിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയിട്ടാവില്ല, അവരുടെ ചിൽഡ്രൻസിനും അവരുടെ ഹസ്ബൻഡിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ദിസ് പോയം റീഇൻഫോഴ്സ് ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് മദർ. അപ്പോൾ ഈ ഒരു എനി വുമൺ എന്ന് പറയുന്നത് മദേഴ്സിനെ കുറിച്ചിട്ടാണ്. അൺകണ്ടീഷണൽ ലവ് ഓഫ് മദേഴ്സ് ഇൻ എ ഫാമിലി. അപ്പോൾ ഇവിടെയും വുമൺ ആണ് മെയിൻ ക്യാരക്ടർ. മദർ തന്നെയാണ്. മദറിനെ കമ്പയർ ചെയ്തിരിക്കുന്ന വേർഡുകളൊക്കെ നിങ്ങളൊന്ന് നോക്കാട്ടെ. പില്ലർ, ആർച്ച്, അതുപോലെ റൂഫ്, പിന്നെ ഫയർ അപ്പോൺ ഹെർത്ത്, ഗുഡ് സൺ, ലൈറ്റ് ഓഫ് എ ഗുഡ് സൺ, കോൾഡർ ദാൻ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ രീതിയിലുള്ള വേർഡുകളും നിങ്ങളൊന്ന് നോക്കി വയ്ക്കാം. ദെൻ നെക്സ്റ്റ് ആണ് മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ് റിട്ടൺ ബൈ ആശാപൂർണ ദേവി. അവിടെ നൊമിത എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് മെയിൻ. അതും ഒരു വുമൺ ക്യാരക്ടർ തന്നെയാണ്. ഒരു പുവർ ഫാമിലിയിലുള്ളതാണ് നൊമിത. വൈഫ് ഓഫ് അജിത്തിൻ്റെ വൈഫാണ്. മദർ എന്ന് പറയുന്നത് ഒരു വിഡോ ആണ്. അപ്പോൾ ലെറ്റർ എന്തായാലും ഫ്രീക്വൻ്റ്ലി എഴുതാറുണ്ട് മദർ. അപ്പോൾ ആ മദറിൻ്റെ ലെറ്ററൊക്കെ വായിച്ചിട്ട് അജിത്ത് ഓപ്പൺ ചെയ്യാണ് ആ ലെറ്റേഴ്സ് എല്ലാം. അത് നോമിതയുടെ അവകാശ പെർമിഷനൊന്നും കൂടാതെ ലെറ്റർ എല്ലാം പൊതിച്ച് വായിക്കുമ്പോൾ അജിത്ത് എന്താ ചെയ്യുന്നത്? നോമിതേനെ റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു ഹേർട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അജിത്തിനോട് നോമിത തമ്മിലുള്ള ആ ഒരു കമ്പയറിങ്ങും അതുപോലെ കോൺവെർസേഷനൊക്കെയാണ് അവിടെ പറയുന്ന സ്റ്റോറിയിൽ. അതായത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അജിത്ത് അത് ഹേർട്ട് ചെയ്തിട്ട് നോമിതയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കീറി വായിക്കുകയാണ്. അപ്പോൾ നോമിത ബിക്കം ആംഗ്രി, കോറൽസ് വിത്ത് അജിത്ത്. ദേഷ്യം വന്ന് നല്ല രീതിയിൽ വഴക്കിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ
നമിതനെ കമ്പയർ ചെയ്യുന്നത് ഫ്ലെയിമിംഗ് വിത്ത് ആങ്കർ പിക്സ് എ മാച്ച് ബോസ് ലൈറ്റ്സ് സ്റ്റിക്ക് പുട്ട് ഓൺ ഹെർ സാരി വിച്ച് ഇൻസ്റ്റന്റ്ലി ക്യാച്ചസ് ഫയർ. അതായത് അങ്ങനെ ദേഷ്യപ്പെടുന്ന ആ ഒരു നൊമിതേനെ എന്താ പറയുക, മാച്ച് ബോക്സ് യൂസ് ചെയ്തിട്ട് കത്തിക്കുകയാണ്, അതായത് തീ കത്തിപ്പിടിപ്പിക്കുകയാണ്. അപ്പോൾ അജിത് റഷസ് ആൻഡ് വിത്ത് ഹെർ ബയർ ഹാൻഡ്സ് ആൻഡ് ഹി പുട്ട് ഔട്ട് ദ ഫയർ. പക്ഷെ തീയൊക്കെ അടച്ചെങ്കിലും കൂടി സോൺ ആഫ്റ്റർ ദിസ് ക്വാറൽ ഷീ ഗോ ബാക്ക് ടു ദ കിച്ചൺ. വഴക്കൊക്കെ കഴിഞ്ഞ് പിന്നീടും കിച്ചണിലേക്ക് പോവാണ്. ഷീ ഈവൻ ടെൽ ലൈസ് അബൌട്ട് ദ ബേണിംഗ് ഓഫ് എ സാരി. അതായത് എങ്ങനെയാണ് എന്താ പറയുക, അത് കത്തിന്ന് പോലും നുണ പറയുന്നത്. ആക്ച്വലി സെൽഫ് അവൾ ഒറ്റയ്ക്ക് ചെയ്തതാണ്, കാരണം അത്രയും ദേഷ്യം വന്നിട്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് നമ്മുടെ ദേഷ്യം, ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത് മാച്ച് ബോക്സിനോട് തുല്യാന്നാണ് പറയുന്നത്. അതായത് അത്രയും ദേഷ്യപ്പെട്ട് അവർക്ക് കുറേ കഴിവുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നില്ല, അവരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് നൊമിതേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജ് വുമണിൻ്റെ ഒരു സാധാ സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ആ നൊമിത എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ അവസ്ഥയാണ് നമ്മൾ പറയാം. ചിലപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റോറി വായിച്ച ശേഷം നിങ്ങൾക്ക് നൊമിതയിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആവാം ചോദിക്കാം. അതല്ല എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതാനാവാം ചോദിക്കാം. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു ചെറിയൊരു സമ്മറി അറിഞ്ഞിരിക്കാം. ദെൻ നെക്സ്റ്റ് ആണ് ഹൊറിഗല്ലു. ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അനക്ഡോക്റ്റ് ആണ്. അവിടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സുധാമൂർത്തിയുടെ അനക്ഡോക്റ്റ് ആണിത്. അതൊരു സ്റ്റോറി തന്നെയാണ്, അത് റിയൽ ഇൻസിഡൻസ് ഓർ പേഴ്സണിനെ കുറിച്ചിട്ട് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അനക്ഡോക്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പണ്ട് ആൾക്കാരൊക്കെ ഈ ബെന്യൻ ട്രീൻ്റെ താഴെ ഇരുന്നിങ്ങനെ വർത്താനം പറയുന്ന ഒരു ബെഞ്ച്, അത്രേ ഉള്ളൂ. പീപ്പിൾ ക്യാൻ റെസ്റ്റ് ആൻഡ് റീഗെയിൻ ദെയർ ആംഗ്രി. സുധാമൂർത്തി സ്പീക്ക് ടു ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, ഗ്രാൻഡ് ഫാദർ ആൻഡ് കൊളീഗ് രത്ന. രണ്ടുപേരും ഒരേ ക്യാരക്ടർ സ്കെച്ചാണ് വരിക, അതായത് ഒരേ രീതിയിലാണ് അവിടെ പറയുന്നത്. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. Spend hours to sitting under the banyan tree in the village. The villagers talk to him about their daily lives and worries. He refreshed the travelers short by listening to them. രത്ന എന്ന് പറയുന്നത് ഒരു കൊളീഗാണ് സുധാമൂർത്തിയുടെ. Then she was a senior clerk working in a company nearly 25 years. She listened to the problem of the colleagues with sympathy without any judgment. Patient listening can solve the pain of many in the modern hectic world. അതായത് രത്ന എന്ന് പറയുന്നതും ഗ്രാൻഡ് ഫാദറും ഒരേപോലെ ട്രാവലേഴ്സിന് ഗുഡ് ലിസണേഴ്സ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഒരു കുഴപ്പമില്ലാതെ കേട്ട് അവർക്ക് വേണ്ട റിപ്ലൈസ് എല്ലാം കൊടുക്കുന്ന ഒരു ഗുഡ് ലിസണേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇത്രയും തിരക്കിട്ട് നമ്മുടെ മോഡേൺ വേൾഡിലും കുറേ പെയിൻസ് ഒക്കെ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അത് ക്ഷമിച്ച് കേൾക്കുമ്പോൾ അത് അവർക്ക് ഒരു നല്ലൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ ഒരു സോഷ്യൽ സർവീസാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. ആര് വന്നാലും അവരെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുക, അവരോട് ഷെയർ ചെയ്യുക, അവരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊടുക്കുക. അപ്പോൾ ഗുഡ് ലിസണേഴ്സ് ആണ് രണ്ടുപേരും. ബോത്ത് ഓഫ് ദം കെപ്റ്റ് ദ വേർഡ്സ് ഓഫ് സ്പീക്കേഴ്സ് സീക്രട്ട് ആൻഡ് ഗ്രാൻഡ് ഫാദർ രത്ന വർ ഹ്യൂമൻ ഹൊറിഗല്ലോസ്. അപ്പോൾ ഹ്യൂമൻ ഹൊറിഗല്ലോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ നമ്മുടെ രത്നയും. ചിലപ്പോൾ നിങ്ങളോട് അതാവും ചോദിക്കാം, ഗ്രാൻഡ് ഫാദർ രത്ന ഹ്യൂമൻ ഹൊറിഗല്ലോസ് എന്ന് പറഞ്ഞിട്ട് ഇൻവേർട്ട് കോമൻറ്റ് കമൻറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഒരു പാരഗ്രാഫ് റിട്ടേൺ ആവും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം, മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മെൻറ്റിംഗ് വാള്. മെൻറ്റിംഗ് വാള് ഒരു പോയാണ്, റോബർട്ട് ഫോസ്റ്റിൻ്റെ പോയം. സ്പീക്സ് അബൌട്ട് ബ്രദർഹുഡ് ആൻഡ് ഹാർമണി. അതായത് നമുക്ക് ഐക്യം മീൻസ് ഒരുമയാണ് ഇവിടെ പറയുന്നത് മെൻറ്റിംഗ് വാളിൽ. ഇവിടെ മെയിനായിട്ട് വാൾസ്, മതിലുകൾ പണിയാണ് പോയിറ്റ്. അപ്പോൾ ആ വാൾ എന്ന് പറയുന്നത് പോയിറ്റിന് നെയ്ബറിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്, ചുമര്. ആ ഒരു മതിൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഏത് നേരവും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. പിന്നെ എന്താ പറയുക, ഗ്യാപ്പുകളും വിടവുകളൊക്കെ ഉണ്ടാവും. റാബിറ്റുകളെല്ലാം അതിൻ്റെ ഇടയിൽ നിന്ന് ഒളിച്ച് കളിക്കാറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത്തരം വിടവുകളും ഗ്യാപ്പുകളൊക്കെ ഉള്ളത് പോയിറ്റിന് ഒരു ഇതുമില്ല നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ മതിലിക്കടലിൽ വിടവുകൾ ഉണ്ടാവുന്നതെന്ന് പോയിട്ടിന് അറിയില്ല. സ്പ്രിങ് ആവുമ്പോൾ ആ ഗ്യാപ്പ് നല്ല രീതിയിൽ കാണാനാണ് സാധിക്കുന്നത്. അപ്പോൾ ഹീ സീസ് ദാറ്റ് ദർ ഇസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ. അതായത് അവിടെ എന്തോ ഉണ്ട് ഒരു ലവ് എന്ന് പറഞ്ഞിട്ട്. സ്പ്രിങ് ആണ് മെൻറ്റിങ് ടൈമിലാണ്, നമുക്ക് സ്പ്രിങ്ങിലാണ് ആ ഒരു എന്താ പറയുക, ആ മതിലുകൾ വിട്ടുപോയതൊക്കെ ശരിയാക്കുക ഈ സ്പ്രിങ്ങിൻ്റെ ടൈമിലാണ്. അപ്പോൾ സ്പ്രിങ് എന്ന് പറയുമ്പോൾ നെയ്ബറിനോട് പറയാണ്, നമുക്ക് ഈ ഇത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ വോളിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. നമുക്ക് ഈ സ്റ്റോണൊക്കെ കൊടുത്തിട്ട് കുറേ കല്ലൊക്കെ കൊടുത്ത് നമ്മളത് മെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കതെന്താണ് ഒരു ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പോയിറ്റ് ഫീൽസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഓഫ് എ വോൾ. നമുക്കിവിടെ ഒരു വോളിൻ്റെ ആവശ്യമൊന്നുമില്ല. നെയ്ബേഴ്സ് ഈസ് ദാറ്റ് ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ നമ്മൾ നെയ്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ല നെയ്ബേഴ്സ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പോയിറ്റ് പറയാണ് അതെന്താണ് ശരിയല്ല, ഇവിടെ വോളിൻ്റെ ഒരു ആവശ്യമില്ല. നെയ്ബേഴ്സ് വാണ്ട് ടു മേക്ക് എ വോൾ, പോയിറ്റ് കമ്പയർസ് നെയ്ബർ ടു എൻ ഓൾഡ് സ്റ്റോൺ ഏജ് മാൻ. അതായത് ഇവിടെ പോയിറ്റ് പറയുന്നത് നമുക്ക് സ്നേഹിച്ച് കഴിയാമല്ലോ, നമുക്കൊരു ഇടയിലും അതിലൊന്നും ആവശ്യമില്ല. പക്ഷെ ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നാണ് പറയുന്നത്. ദ നെയ്ബേഴ്സ് എഗെയിൻ ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത്
അവർക്ക് മതിലൊക്കെ പണിത് നല്ല സെറ്റപ്പ് ആയിട്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ മതിലില്ലാതെ നെയ്ബേഴ്സ് തമ്മിൽ എന്ത് വേണം, നല്ല രീതിയിലൊരു ലവും ഒക്കെ വേണമെന്നാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറി ഇത്ര തന്നെ പഠിച്ചാൽ മതിയാവും. ദെൻ എമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറി തന്നെയാണ്. ഇത് റിട്ടൺ ബൈ പി വി തോമസ്, അമേരിക്കൻ റൈറ്റർ. ദി സ്റ്റോറി ഈസ് അബൌട്ട് എ ഫ്രണ്ട്ഷിപ്പ്. എമിഗോ മീൻസ് ഫ്രണ്ട്സ് ഇൻ സ്പാനിഷ് ലാംഗ്വേജ്. Antonio Cruz and Felix Vegas were 17 years old. Then they were thick friends. They knew each other since childhood. They grew together, played together, worked together. അതായത് 2 ഫ്രണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്, ക്രൂസ് ആൻഡ് ഫെലിക്സ്. അവർ 2 പേരും 17 years old തന്നെയാണ്. അവർക്ക് കാറ്റ് സ്കെച്ച് ചോദിക്കാം. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കാം. ആൻറ്റണി എന്ന് പറയുന്നത് ഫെയർ ആൻഡ് ലീൻ ആണ്, ഫെലിക്സ് എന്ന് പറയുന്നത് ഡാർക്ക് ആൻഡ് ഷോർട്ട് ആണ്. അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ സെയിം ആണ്, ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ദേ വാണ്ട് ടു ബിക്കം എ വേൾഡ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ. 2 പേർക്കും ചാമ്പ്യൻ, വേൾഡ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവാനാണ് ആഗ്രഹം. They worked hard to achieve this dream. They start their workout early morning, positive in their character. They ate, slept, chatted, drink positively. They had to fight each other in the divisional final. പക്ഷേ ഡിവിഷണൽ ഫൈനലായപ്പോൾ 2 പേർക്കും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. Only the winner can represent the boys club. Then they want to win the championship. They want to do this without giving pains to each other. But they behave like total strangers in the ring. Even the crowd was shocked to see their fight. അതായത് അവർക്ക് 2 പേർക്കും ജയിക്കണം. 2 പേരും നല്ല രീതിയിൽ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് അവിടെ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ക്രൗഡ്സ് എല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഫൈനലി ദേ ഹഗ്ഡ് ഈച്ച് അതർ. പക്ഷേ എത്ര തല്ലുകൂടി കഴിഞ്ഞാലും എത്ര വഴക്കിട്ട് കഴിഞ്ഞാലും അവർ ഫൈനലി ഹഗ് ചെയ്യാണ്. ദെൻ ദേ വെൻറ്റ് ഔട്ട്. അവർ പിന്നീട് പുറത്തേക്ക് പോകേണ്ട. ദേ ഡിഡ് നോട്ട് വെയിറ്റ് ടു ഹിയർ ദ റിസൾട്ട്. അവർക്ക് 2 പേർക്കും അറിയാം ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് ഒരേ ആഗ്രഹമാണുള്ളത്. പക്ഷെ എന്താണ്, ഫൈനലി അവർക്കത് ഫ്രണ്ട്ഷിപ്പിൽ അവരുടെ ആ ഒരു എന്താ പറയുക ലക്ഷ്യം എയിമൊക്കെ ഇല്ലാതായി പോവാണ്. 2 പേർക്കും ആരാണ് ജയിച്ചത് പോലും കേൾക്കാതെ 2 പേരും അവിടുന്ന് കളിക്ക് പുറത്ത് പോവാണ്. ഇതാണ് ആ ഒരു സ്റ്റോറി കേട്ടോ. ദെൻ അവർ ഓഫ് ട്രൂത്ത്. അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റാണ്, 1 act പ്ലേ ആണ്. മെയിൻ ക്യാരക്ടർ റോബർട്ട് ബാൽവിൻ ആണ്. പിന്നെ മാർത്ത, ജോൺ, ഈവ ഗ്രേഷം എല്ലാം ഉണ്ട് വേറെ. റോബർട്ട് ബാൽവിൻ എന്ന് വെച്ചാൽ ഗുഡ് ഹോണസ്റ്റ് മാൻ ആണ്, ബോൾഡ് ആണ്. ജോൺ ഗ്രേഷം എന്ന് പറയുന്നത് ബാങ്കിലെ പ്രസിഡന്റ് ആണ്. ഇറ്റ് ഈസ് അറസ്റ്റഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം. റോബർട്ട് ബാൽവിൻ ആണ് സെക്രട്ടറി. അപ്പോൾ ഈ ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തത് ആർക്കറിയാം? റോബർട്ട് ബാൽവിൻ അറിയാം. പക്ഷേ ജോൺ ഗ്രേഷം വന്നിട്ട് റോബർട്ട് ബാൽവിനെ ഒരു $100,000 പറയാണ്, എന്തിന് ഓഫർ ചെയ്യാണ് ആസ് എ എന്താ പറയുക ബ്രൈബ് പോലെ. അതായത് ടെല്ലിങ് ലൈൻ ഇൻ ദ കോർട്ട്. നമുക്ക് കോർട്ടിൽ ചോദിക്കുമ്പോൾ നോണ പറയാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് പറയുന്നത്? $100,000 ഓഫർ ചെയ്യാണ്. പക്ഷേ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ഹിം ബ്രൈബ് ഓഫർഡ് ബൈ ദ ഗ്രേഷ്യം. ഹിസ് ഫാമിലി പേഴ്സ്യൂഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ബട്ട് സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ആര് പറഞ്ഞാലും ജസ്റ്റിസും ട്രൂത്ത് ഉള്ള റോബർട്ട് ബാൽവിൻ അത് വാങ്ങിച്ചില്ല. ഹി വാസ് റെഡി ഈവൻ ടു സ്പീക്ക് അഗൈൻസ്റ്റ് ഗ്രേഷ്യം അറ്റ് ദ കോർട്ട്. ഹി നെവർ സപ്പോർട്ടഡ് ദ ഗ്രേഷ്യം ഇൻ ദ ബാങ്ക്രപ്റ്റ് കേസ്. At last he got a good job offer from Marshall, the president of the Third Nation. It was a reward for his honest character. ഇവിടെ ഹോണസ്റ്റും ട്രൂത്തും ജസ്റ്റിസും ഉള്ള റോബർട്ട് ബാൽവിൻ സത്യം പറഞ്ഞ കാരണം നല്ല രീതിയിലുള്ള ജോലി കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹോണസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ദെൻ 3 വീൽഡ് റെവല്യൂഷൻ, അതൊരു ഇൻ്റർവ്യൂ ആണ്. ഇർഫാൻ ആലം ഇന്നോവേറ്റീവ് സോഷ്യൽ എൻ്റർപ്രണർ ആണ് ബീഹാറിലെ. എങ്ങനെയാണ് പുവർ റിക്ഷോ പുള്ളേഴ്സ് ഇൻ ഇന്ത്യയിൽ ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ സിമ്പിൾ മാനാണ് വിത്ത് മീൻ ബിഗ് ട്രീ. അപ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ഇർഫാൻ ആലത്തിനെ കുറിച്ചിട്ടുള്ള പ്രൊഫൈൽ ആവാൻ വരിക. പിന്നെ എങ്ങനെയാണ് എന്താ പറയുക ലൈഫ് ഓഫ് റിക്ഷോ പുള്ളേഴ്സ്. ദെൻ മെയിനായിട്ട് അവരെ കാര്യങ്ങളാണ് ഇർഫാൻ ആലം പറയുന്നത് അതിൽ. പിന്നെ അതിന് വേണ്ടിയിട്ട് കംഫർട്ടബിൾ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് കുറേ റിക്ഷോസ് ഡിസൈൻ ചെയ്തു. അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സും വാട്ടർ ബോട്ടിൽ മൊബൈൽ കാർഡ്സ് എല്ലാം വെക്കാനുള്ള എല്ലാതും വിറ്റു. അതൊക്കെ അതിൽ വെച്ച് വിറ്റ് തുടങ്ങി. ദേ ഓൾസോ ഡിസ്പ്ലേഡ് ആഡ്സ് ഓൺ ന്യൂ ഡിസൈൻ റിക്ഷോസ്. സമ്മാൻ ഹെൽപ്പ് ടു ഗെറ്റ് ലോൺ ഫോർ ദ റിക്ഷോ പുള്ളേഴ്സ്. ഓക്കെ, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളാണ് ഇൻ്റർവ്യൂ പോലെ അവർ പറയുന്നത് കേട്ടോ. അതാണ് നമ്മളേത് 3 വീൽഡ് റെവല്യൂഷൻ. ദെൻ ദിദി എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സ്റ്റോറിയാണ് സഹീൻ മിസ്ട്രിയുടെ. ഇറ്റ്സ് അബൌട്ട് ഹൗ ഷി എഡ്യൂക്കേറ്റഡ് സ്ലം ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. എങ്ങനെയാണ് ഇന്ത്യയിലെ സ്ലം ചിൽഡ്രൻ്റെ ഇടയിൽ പഠിച്ചതെന്നാണ് പറയുന്നത്. ദെൻ വി സി ഹൗ she dared to pursue her dream. Sahin Mistry is an Indian social activist educator. She is the founder of Gangsha Foundation and CEO of Tech of India. അതായത് സോഷ്യൽ എൻ്റർപ്രണർ ആണ്. അതുപോലെ തന്നെ വെൽത്തി ഫാമിലിയിലാണ്
വളർന്നതെങ്കിലും ഷീ വാണ്ട് ടു ഡു സംതിങ് ടു റിട്ടേൺ ഫർദർ ഷീ ഗോട്ട് ഇൻ ലൈഫ്. അതിന് പകരമായിട്ട് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. ദെൻ ഓർഫനേജ് എല്ലാം ഡ്യൂറിങ് വെക്കേഷൻസിലെല്ലാം ഓർഫനേജ് വിസിറ്റ് ചെയ്തു. ദെൻ ഇനീക്വാളിറ്റി എല്ലായിടത്തും കണ്ടു. ഷീ ഡിസൈഡ് ടു റിമെയിൻ ഇൻ ഇന്ത്യ വർക്ക് ഫോർ പുവർ ചിൽഡ്രൻ. അങ്ങനെ പുവർ ചിൽഡ്രന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഷി വാസ് സെർച്ചിങ് ഫോർ ഐഡന്റിറ്റി, ടീച്ച് ദി സ്ലം ചിൽഡ്രൻ ഓഫ് മുംബൈ. മുംബൈയിലെ സ്ലം ചിൽഡ്രൻസിന് ഒരുപാട് പഠിപ്പിച്ചു. ദെൻ ആകാംക്ഷ ഫൗണ്ടേഷൻ ഇൻ 1991 അത് ഉണ്ടാക്കിയത് ഇയാളാണ്. ദെൻ ഫേസ് ദ ഡിഫിക്കൽറ്റി ഇൻ ഫൈൻഡിങ് ക്ലാസ് റൂം ടീച്ച് സ്ലം ചിൽഡ്രൻസ്. അതായത് എങ്ങനെയാണ് സ്ലം ചിൽഡ്രൻസിൻ്റെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു സ്വയം സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. മേ ബി ഇതിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻസ് ഇൻ സ്ലം ഏരിയാസ് എന്തെങ്കിലും റിവ്യൂ ചെയ്താൽ വരാം. അതല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇവിടെ മെയിനായിട്ട് CV കാറ്റ് സ്കെച്ച് ഒക്കെയാണ് വരാറ് കേട്ടോ പ്രൊഫൈൽ. ദെൻ അപ്പോൾ അത്രയേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ദെൻ ദീദീനെ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് ചോദിക്കാം. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്ന കാരണമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചില റിവ്യൂ പാരഗ്രാഫ് റൈറ്റിങ്ങോ വരാം. സ്റ്റാം എന്ന് പറയുന്നത് ഒരു പോയം തന്നെയാണ്, റിട്ടൺ ബൈ സച്ചിദാനന്ദൻ. ഇത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ മാറ്റങ്ങളാണ് പറയുന്നത്. അതായത് ഹാൻഡിക്കാപ്പായ നമ്മുടെ സ്പീക്ക് ഓഫ് വേ ഓഫ് സ്പീച്ച്, നമുക്ക് സംസാരിക്കുമ്പോഴുള്ള ഒരു ഹാൻഡിക്യാപ്പിനെ കുറിച്ചിട്ടാണ്. സ്റ്റാമ വിക്കാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഇവിടെ സ്റ്റാമർ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു ലൈംലെൻസ് ഇൻ ആക്ഷൻ ആണ്. ഇവിടെ ഗ്യാപ്പും സൈലൻറ്റും ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, അതായത് നമുക്ക് പറയാനുള്ളതും സൈലൻസും ഇടയിലുള്ള ഗ്യാപ്പാണ് പറയുന്നത്. സ്റ്റാമർ കെയിം വിത്ത് ഒറിജിൻ ഓഫ് മാൻ ആൻഡ് ബിഫോർ ലാംഗ്വേജ്. ഇറ്റ് വാസ് എ ലാംഗ്വേജ് ദാൻ ഡയലക്ട് ബിക്കോസ് സ്റ്റാമർ യൂണിവേഴ്സ്. അതായത് സ്റ്റാമർ എന്ന് പറയുന്നത് ശരിക്കും യൂണിവേഴ്സലി ഉള്ള ഒരു ഭാഷ പോലെയാണ് പറയുന്നത്. ഡിഫറെൻറ്റ് മീനിങ്സ് ടു വേർഡ്സ്, ദ സാക്രിഫൈസ് ഗോഡ് ഓഫ് മീനിങ്സ്. വെൻ ഓൾ ദ പീപ്പിൾസ് ആർ ഇംപെർഫെക്റ്റ്, സ്റ്റാമർ ബിക്കം ദെയർ മദർ ടങ്. ദിസ് ഇസ് സിറ്റുവേഷൻ നൗ. We are all affected with stammer. നമ്മളെല്ലാം സ്റ്റാമറിനുള്ള ആൾക്കാരാണ്. വി ഡു നോട്ട് റിയാക്ട് റെസ്പോണ്ട് ടു ദ ബേണിംഗ് സോഷ്യൽ പ്രോബ്ലംസ് അറൗണ്ട് us. അതായത് നമ്മൾ സോഷ്യൽ പ്രോബ്ലംസിനോടൊന്നും നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സ്റ്റാമേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഗോഡ് ക്രിയേറ്റ് മാൻ വിത്ത് ഇംപെർഫെക്ഷൻ. ഗോഡ് മൈറ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. ഗോഡ് നമ്മളെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്, നമ്മൾ ഇംപെർഫെക്ഷൻസ് എല്ലാം കമ്പയർ ചെയ്യാണ് സ്റ്റാമറിനോട്. അപ്പോൾ വെൻ മാൻ സ്റ്റാമേഴ്സ് വെൻ ഹി പ്രേസ്, ഹി സ്റ്റാമേഴ്സ് വെൻ ഹി കമൻറ്റ്. അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്റ്റാമറാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് പറയുമ്പോൾ നമ്മൾ സ്റ്റാമറാണ്. സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ ബിഹേവ് ചെയ്യുന്നില്ല. അതെല്ലാം നോക്കുമ്പോൾ നമ്മൾ ഇംപെർഫെക്ഷൻ തന്നെയാണ് ലൈഫിൽ. ഡിഫറെൻറ്റ് മീനിങ്സ് ടു പോയം ദാറ്റ് ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോയം. നമുക്ക് സ്റ്റാമർ എന്ന് പറയുമ്പോൾ ഒരു വിക്കല്ലേ, പക്ഷേ അതിൻ്റെ ഡിഫറെൻറ്റ് മീനിങ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിഫുൾ വർദ്ധിക്കുകയാണ്. ഓക്കെ. ദെൻ വെൻ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. വെൻ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറഞ്ഞൊരു സ്പീച്ച് തന്നെയാണ്. നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസിൻ്റെ സമയത്ത് ഡെലിവേർഡ് ആയ വങ്കാരി മാതയുടെ ഒരു സ്പീച്ചാണ്. ഷി വാസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ഹു റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ കാറ്റഗറി ഓഫ് പീസ്. പീസിൻ്റെ കാറ്റഗറിയിൽ കിട്ടുന്നതാണ് ആ സ്ത്രീക്ക്. ദെൻ throughout the speech, Wangari Maathai expressed the role of women in environmental protection. കൂടുതലും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് റീപ്ലേസ്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ. ദെൻ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്താണ്ടായത്, എൻവയോൺമെന്റ് ഡീഗ്രഡേഷനിൽ ഇടയിലുള്ള ലൈഫുകൾ, അതുപോലെ തന്നെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഉണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് സ്പീച്ചിലൂടെ പറയുന്നത്. അങ്ങനെയാണ് സിമ്പിൾ ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷത്തിന്റെ മെയിൻ ആളായിട്ട് മാറിയത്. ഷീ കൺക്ലൂഡ് ദ സ്പീച്ച് ബൈ റീകളക്ടിങ് എ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇൻ റിലേഷൻ വിത്ത് എൻവയോൺമെന്റ്. കൺക്ലൂഡ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റുമായിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് വെച്ചിട്ടാണ്. ഋഷി റീകളക്ട് ദ വേർഡ് ഓഫ് പ്യുവർ വാട്ടർ സ്പേഷ്യസ് അല്ലേ. ദെൻ അതേപോലെ തന്നെ വേർഡ് ഹീസ് ഇൻഡ്രൻ പാരൻസ്, എല്ലാ രീതിയിലും വേൾഡിനെ കുറിച്ചിട്ട് ഇപ്പോൾ പണ്ടത്തെ എൻവയോൺമെൻറ്റ് ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് പറയുന്നത്. പ്രസൻറ്റ് ജനറേഷൻ ഈസ് ടു റീസ്റ്റോർ ദ വേർഡ് പ്യുവർ വാട്ടർ ആൻഡ് സ്പീഷ്യസ് ഇൻ ദ പ്ലേസ് ഓഫ് ദിസ് ഡ്രൈഡ് സ്ട്രീം. അതായത് വരുന്ന ജനറേഷന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമാണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ. ദെൻ റൈസ് എന്ന് പറയുന്നത് ചെമ്മനം ചാക്കോ എഴുതിയ ഒരു പോയം തന്നെയാണ്. ഇവിടെ മെയിനായിട്ട് എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. നമ്മുടെ പോയിറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ് എന്താ പറയുക, കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ എന്താ പറയുക, പണ്ടത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒരു റൈസിൻ്റെ പേരിട്ട് അതിക്കിര റൈസ്. പക്ഷേ എക്സ്പെക്ട് ചെയ്തതെല്ലാം വരുമ്പോൾ സംഭവിച്ചത് ഫാദറും ബ്രദറും എല്ലാം വർക്ക് ചെയ്യുന്നതെല്ലാം ഫീൽഡിലായിരിക്കും എന്ന് വിചാരിക്കുകയാണ്, പാഡി ഫീൽഡിലായിരിക്കും. പക്ഷേ അവിടെ എത്തി നോക്കുമ്പോൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ടോട്ടലി ഹാസ് ബീൻ ചേഞ്ച്. അതായത് റബ്ബർ പ്ലാന്റ്സ് ആണ്, എയറോനോട്ട് പാംസ് ഒക്കെയാണ് പാഡി ഫീൽഡ്സിൻ്റെ സ്ഥലത്തുള്ളത്. കാരണം അവർക്ക് അത് ലാഭമല്ല, നഷ്ടമാണ്. സ്റ്റോപ്പഡ് റൈസ് കൾട്ടിവേഷൻ ആൻഡ് ഷിഫ്റ്റഡ് റബ്ബർ ഫാം. റൈസ് കൾട്ടിവേഷൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ റബ്ബർ ഫാമിലേക്ക് പോയി. പ്രോഫിറ്റബിളും കൺവീനിയൻറ്റും ആവണമെങ്കിൽ റബ്ബർ ഫാം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ യങ്ങർ ബ്രദർ ക്യാരിങ് ബാഗ് ഓഫ് വീറ്റ് ഫ്രം ദ റേഷൻ ഷോപ്പ്. അവിടെ ഒരു വീറ്റൊക്കെ എന്താ പറയുക, ഒരു ബാഗിൽ വീറ്റ് വാങ്ങിയിട്ട് റേഷൻ കടയിൽ നിന്ന് വരികയാണ് ബ്രദർ. ഷി വാച്ചസ് ചീഫ് മിനിസ്റ്റർ ഹെഡിങ് ടുവേർഡ്സ് നോർത്ത് ഇൻ എയ്റോപ്ലെയിൻ ടു ഡിമാൻഡ് മോർ റൈസ് ഫ്രം ദി സെൻറ്റർ. അതായത് റൈസ് കൂടുതൽ സെൻട്രലിൽ നിന്ന് കൊണ്ടുവരാനുള്ള മിനിസ്റ്ററുടെ ആ ഒരു ആവശ്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നീട് പോയിറ്റ് പറയുകയാണ് എന്തെന്ന്, ഈ കവിതയിൽ കൂടുതലും സ്കോൺ ആൻഡ് സാർക്കിസം എന്ന് വെച്ചാൽ ഫുള്ള് നമുക്ക് പരിഹാസമാണ്. പണ്ടത്തെ ആ ഒരു
സെക്ടേഴ്സിൽ നിന്നും ചേഞ്ച് ആയി വന്ന ഇപ്പോഴത്തെ ആ ഒരു കൾട്ടിവേഷൻ. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ എല്ലാം റിയാലിറ്റിനോട് നോക്കുമ്പോൾ അതൊന്നും ഇല്ല. അതാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ ഒരു എസ്സേ റൈറ്റിംഗ് ആണ് ഹാർഡൻ ബി ജോൺസിന്റെ. കൂടുതലും ഡ്രഗ് അബ്യൂസിന്റെ യൂസ് ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു എസ്സേ പോലെ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുമ്പോൾ ഡ്രഗ് അബ്യൂസ് ഇൻ ടീനേജേഴ്സിന്റെ ഇടയിലുള്ള ഡ്രഗ്സുകളുടെ യൂസുകളെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാം ആർക്ക്, എഡിറ്റർക്ക്. അപ്പോൾ നിങ്ങളിവിടെ ഡ്രഗ് അബ്യൂസിന്റെ കുറച്ച് എന്താ പറയുക ഡേഞ്ചേഴ്സ് പഠിച്ചു വെക്കുക. അത് ഈ പാർട്ടിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. കുറച്ച് സെൻറ്റൻസുകൾ ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി. ദെൻ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ഇതും 1 ആക്ട് പ്ലേ ആണ്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു കഥയാണ് പറയുന്നത്. മെയിൻ സെൻട്രൽ പാസിൽ കൊടുക്കുന്നത് ഒരു ടൈം ബോംബായിട്ട് വിചാരിക്കുകയാണ് അവർ. അതായത് ഒരു ക്രിസ്മസ് പാസിൽ കൊടുക്കുന്നത് ഒരു വാച്ച് ആയിരുന്നു, ഫൈൻ ക്ലോക്ക് ആയിരുന്നു. പക്ഷെ അതിന് പകരം അത് ടൈം ബോംബാണെന്ന് വിചാരിച്ചിട്ട് ആ പോസ്റ്റ് ഓഫീസിൽ ആ ഗേള് എന്താ പറയുകയാണ് തെറ്റിദ്ധരിക്കുകയാണ്. പിന്നീട് അവരെന്തെങ്കിലും പോലീസിനെ അറിയിക്കുന്നുണ്ട്, വാട്ടർ ബക്കറ്റിൽ പാഴ്സൽ കൊണ്ടുപോയി മുക്കുന്നുണ്ട്. ടൂറിസ്റ്റ് എല്ലാം വന്നിട്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് അത് പിന്നീട് എടുക്കുന്നത്. ഫൈനലി എന്താണ്, പാഴ്സൽ ഔട്ട് ഓഫ് ദി ബക്കറ്റ് ആൻഡ് ഫൈൻസ് ക്ലോക്ക് ആയിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി നശിച്ചു പോയി. കാരണം നമ്മളത് എന്താണെന്ന് അറിയാതെ മുക്കി വെച്ചപ്പോൾ കംപ്ലീറ്റ്ലി നശിച്ചു പോയി. അസിസ്റ്റൻസിന് ജോലി കിട്ടും ചെയ്തു അനിമൽ ക്ലിനിക്കിൽ. പിന്നീട് അസിസ്റ്റന്റ് ജോലി ഉപേക്ഷിക്കുകയാണ്. ഷീ തിങ്സ് ദാറ്റ് അനിമൽ വാണ്ട് ടു സച്ച് സില്ലി തിങ്സ്. ഇത്ര ചെറിയ കാര്യങ്ങളെല്ലാം ആനിമൽസ് ആണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു നാടകം അത്രേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യമുള്ള ചാപ്റ്റർ അല്ലാതെ. ദെൻ ദിസ് ഈസ് ഗോയിങ് ടു ട്രസ്റ്റ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു ഹ്യൂമറസ് ബോയ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മളെ ഡെന്റിസ്റ്റ് ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഡെന്റൽ ക്ലിനിക്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഒരു അൺപ്ലസന്റ് എക്സ്പീരിയൻസ് ആണ് ഡെന്റിസ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മളെ റോഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഡെന്റൽ ക്ലീൻ ചെയ്യുന്നത് കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ദ മൗത്ത് ഇൻ ടു റോഡ്. നമ്മൾ വായനെ റോഡിനോടാണ് പോയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഒരു റോഡ് വൃത്തിയാക്കുന്നത് പോലെ, റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പോലെയാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുക. ഒരു പരിഹാസം ചിരിക്കണ ഒരു കോമിക് പോയിം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കേട്ടോ. കോമിക് പിക്ചർ ഓഫ് ഡെന്റിസ്റ്റ് ആണ് മെയിനായിട്ട് പറയുന്നത്. കുറേ സ്മൈൽസും സെറ്റവേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, എക്സാജറേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ. ദെൻ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പണിഷ്മെന്റ് ആണ്, ഒരു സെറ്റയർ ആണ്. ഇവിടെ എന്താ പറയുക, പാരന്റിങ്ങിന്റെ മേലുള്ള ഒരു സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. RK നാരായണൻ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ളത്. ആ ടീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പിൽ ട്യൂഷൻ കൊടുക്കുകയാണ് ടീച്ചർ ആ കുട്ടിക്ക്. ബട്ട് ഷി വാസ് നോട്ട് റെഡി ടു സ്റ്റഡി when he tried to make teacher angry. Teacher slapped a naughty boy when he repeated wrong answer. അതായത് പിന്നീടും റിപ്പീറ്റ് ആയിട്ട് അനുസരിക്കുന്നില്ല, ദേഷ്യം വരുമ്പോൾ ടീച്ചേഴ്സ് അടിക്കും അല്ലേ. അങ്ങനെ അടിച്ചപ്പോൾ ബോയ് എന്ത് ചെയ്യാണ്, മാതാപിതാക്കളോട് പറയാണ്. അങ്ങനെ മാതാപിതാക്കൾ ടീച്ചേഴ്സിനെ ഹോറിഫൈ ചെയ്യാണ്. അപ്പോൾ ടീച്ചേഴ്സിന് അത് ദേഷ്യമാവാണ്, ഫെഡപ്പ് ആവാണ്, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചറിനെ. എന്തെന്ന് നിങ്ങൾ എങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാരൻസിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അപ്പോൾ എൻഡ് ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത് ടീച്ചർ ഫെൽ സിമ്പതി ആൻഡ് സപ്പോർട്ടഡ് ബോയ് ഫോർ വാസ് സേവ്ഡ് ഹിം. അവസാനം ഒരു സിമ്പതി തോന്നി, കുട്ടിയെ സംരക്ഷിച്ച് നിർത്താണ്. ഇവിടെ സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പാണ് പറയുന്നത്, ഓവർ പാരന്റിംഗ് ആണ്. അതുപോലെ തന്നെ കോർപ്പറൽ പണിഷ്മെന്റും ഒക്കെയാണ് ഇവിടെ തുടങ്ങുന്നത്. തീംസ് ഓഫ് ദി സ്റ്റോറി മെയിൻ ഇതാണ്, ഒരു ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് തന്നെയാണ്, വുമൻസിനെ കുറിച്ചിട്ട്. പിന്നീട് നമുക്ക് എൻവയോൺമെന്റ് ആണ്. പിന്നത്തെ ഫസ്റ്റത്തെ യൂണിറ്റിൽ വുമൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ഹ്യൂമൻസിന്റെ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് പറയുന്നത്. തേർഡ് യൂണിറ്റിൽ പറയുന്നത് കൂടുതലും ഇന്റർവ്യൂകളും അതുപോലെ തന്നെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ പറയുന്നത് എൻവയോൺമെന്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഫിഫ്ത്ത് യൂണിറ്റിൽ ഇതേപോലെ തന്നെ ക്രൈമുകളും അതുപോലെ തന്നെ പണിഷ്മെന്റും അങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഫിഫ്ത്ത് യൂണിറ്റിൽ. അപ്പോൾ എല്ലാ യൂണിറ്റിൻ്റെയും ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇതറിഞ്ഞാൽ മതി, ഈ ഒരൊറ്റ ഷോർട്ട് സ്റ്റോറി നിങ്ങൾ അറിഞ്ഞാൽ മതി എല്ലാത്തിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് റിവ്യൂ ചെയ്താലും ആർട്ടിക്കിൾസ് ചെയ്താലും ലെറ്റർ ടു ലെറ്റർ ഇമെയിൽ കൊടുക്കാനൊക്കെ സാധിക്കും. അതിൻ്റെ ഫോർമാറ്റും കൂടി നമുക്കൊന്ന് പഠിച്ചു വെച്ചാൽ അത്യാവശ്യം നല്ല മാർക്കായിട്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ എല്ലാവരും വേഗം സമ്മറീസ് പഠിക്കുക. നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.